മജ്മനികായ 74 ദീഘനഗ സൂത്ത. ഈ ഉപദേശം ഭഗവാൻ ദീഘനഗൻ എന്ന പരിവ്രാജകന് കൊടുത്തതാണ്. ഈ സൂത്രത്തിൽ ദിട്ടികളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ദിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശനം, ഫിലോസഫി, തത്വശാസ്ത്രം എന്നെല്ലാം അർത്ഥം. ആത്മാവുണ്ട് എന്ന് പറയുന്നത് ഒരു ദർശനമാണ്. ആത്മാവില്ല എന്ന് പറയുന്നത് ഒരു ദർശനമാണ്. അതേപോലെ തന്നെ ഈശ്വരനില്ല എന്ന് പറയുന്നതും ഒരു ദർശനമാണ്, യുക്തിവാദികളുടെ ദർശനം. ഇങ്ങനെ അനേകം ദർശനങ്ങളുണ്ട്, അനേകം വാദങ്ങളുണ്ട്. 2500 വർഷങ്ങൾക്ക് മുൻപ് 62 തരം വാദങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ദർശനങ്ങളെക്കുറിച്ചിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ദീഘനികായിലെ ബ്രഹ്മജാല സൂത്തം, ആ സൂത്തം വായിച്ചു കഴിഞ്ഞാൽ ഫിലോസഫി പഠിക്കുന്നവർക്ക് വളരെയധികം ഗുണമുണ്ടാകും. ഏതെല്ലാം തരത്തിലുള്ള ഫിലോസഫികളാണ്, ദർശനങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതിലില്ലാത്ത ഒരു ഫിലോസഫിയും ഇന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നുള്ള എല്ലാ ഫിലോസഫികളും അല്ലെങ്കിൽ എല്ലാ ദർശനങ്ങളും ആ ബ്രഹ്മജാല സൂത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ സൂത്രം തീർച്ചയായിട്ടും തത്വശാസ്ത്രം അല്ലെങ്കിൽ ഫിലോസഫി പഠിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് അത് ഉപകാരപ്പെടും. അത് നാസ്തികനായാലും ശരി, ആസ്തികനായാലും ശരി. പ്രത്യേകിച്ച് ഇത് യുക്തിവാദികൾക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. എന്തായാലും പലതരം ഫിലോസഫികളിൽ അല്ലെങ്കിൽ ദർശനങ്ങളിൽപ്പെട്ട് ഒഴുകുന്നവർക്ക് ഇത് നേരായ വഴി നയിക്കുന്നതിന് കാരണമായേക്കാം. നമുക്ക് സൂത്രം നോക്കാം. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ രാജഗഹ എന്ന് പറയുന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. അവിടെയുള്ള ഗിജ്ജകൂട പർവ്വതത്തിൽ ആയിരുന്നു ഭഗവാൻ വിഹരിച്ചിരുന്നത്. ആ സമയത്ത് ദീഘനക എന്ന് പറയുന്ന ഒരു പരിവ്രാജകൻ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അഭിവാദ്യവും കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ദീഘനഗൻ എന്ന പരിവ്രാജകൻ ഒരു ഭാഗത്ത് നിന്നതിന് ശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: അഹം ഹി ഭോ ഗൗതമ ഏവം വാദി ഏവം ദിട്ടി. ഗൗതമ ഗുരുവേ, എൻ്റെ ദർശനം ഇപ്രകാരമാണ്, എൻ്റെ ദിട്ടി ഇപ്രകാരമാണ്. സബ്ബം മേ നഖമതീതി, ഒന്നും എനിക്ക് സ്വീകാര്യമല്ല എന്നുള്ള വാദമാണ്, എന്നുള്ള ദിട്ടിയാണ് എൻ്റെ. അതായത് എന്ത് വാദം പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് സ്വീകരിക്കില്ല. അതാണ് എൻ്റെ ഫിലോസഫി അല്ലെങ്കിൽ എൻ്റെ ദർശനം. ഇങ്ങനെയുള്ള പലതരം ദർശനക്കാർ ഭഗവാന്റെ അടുത്ത് വാദത്തിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തരത്തിലുള്ള ദർശനമുള്ളവർ ഇന്നും ഉണ്ടാകാം, ഈ തരത്തിലുള്ള ഫിലോസഫികൾ ഉള്ളവർ ഇന്നും ഉണ്ടാകാം. ഒന്നും തന്നെ എനിക്ക് സ്വീകാര്യമല്ല. ഈ ലോകത്തിൽ ഏത് മതക്കാർ പറയുന്നതും എനിക്ക് സ്വീകാര്യമല്ല, ഞാൻ യുക്തിവാദിയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു: യാപികോ തേ ഏസ അഗ്നിവേസന ദിട്ടി. അഗ്നിവേസന, താങ്കളുടെ ഈ ദിട്ടി അല്ലെങ്കിൽ ഈ ദർശനം സബ്ബം മേ നഖമതീതി ഏസാബിത്തെ ദിട്ടി നഖമതീതി. താങ്കളുടെ ഈ ദിട്ടി, അതായത് ഒന്നും എനിക്ക് സ്വീകാര്യമല്ല എന്നുള്ള താങ്കളുടെ ഈ ദിട്ടി, അത് താങ്കൾക്ക് സ്വീകാര്യമാണോ? അഗ്നിവേസന എന്ന് പറയുന്നത് ഒരു പര്യായ പദമാണ്. അതായത് അഗ്നി കൊണ്ട് യജ്ഞം നടത്തുന്നവരെയൊക്കെയാണ് ഈ അഗ്നിവേസന എന്നൊക്കെല്ലാം പറയുന്നത്. ഗൗതം ഗുരുവേ, ഞാൻ ഈ ദർശനം അംഗീകരിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് ഒരു പ്രശ്നവും വരാനില്ല, അല്ലെങ്കിൽ അത് ഒരു വ്യത്യാസവും വരുത്തുന്നതല്ല. അഗ്നിവേസന, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ അത്തരം ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്: തമ്പസ്സ താതിസമേവാതി. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അത് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. എന്നാൽ അത്തരക്കാർ ആ ദിട്ടി ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അതിനു പകരം അവർ മറ്റൊരു ദിട്ടിയെ ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്, മറ്റൊരു ദർശനത്തെ അവർ പിടിക്കുകയാണ് ചെയ്യുന്നത്. അഗ്നിവേസന, ഈ ലോകത്ത് വളരെ കുറച്ച് പേർ ഇപ്രകാരത്തിലുമുണ്ട്. അവർ ഇങ്ങനെ പറയുന്നു: ഇതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതിനാൽ അവർ ആ ദിട്ടി ഉപേക്ഷിക്കുന്നു, മറ്റൊരു ദിട്ടിയെ അവർ ഗ്രഹിക്കുന്നുമില്ല. ദിട്ടി എന്ന് പറയുമ്പോൾ ദർശനം, ഫിലോസഫി, തത്വശാസ്ത്രം എന്നെല്ലാം പറയാം. അഗ്നിവേസന, കുറച്ച് ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവരുടെ ദിട്ടി ഇപ്രകാരമാണ്, അവരുടെ വാദം ഇപ്രകാരമാണ്: സബ്ബം മേ ഖമതീതി, എല്ലാം എനിക്ക് സ്വീകാര്യമാണ്. അതായത് നിങ്ങൾ ഏതെല്ലാം ദർശനം പറഞ്ഞു കഴിഞ്ഞാലും ആ ദർശനം എല്ലാം തന്നെ എനിക്ക് സ്വീകാര്യമാണ്, ഞാൻ ഒന്നിനെയും എതിർക്കുന്നില്ല.
ചിലർ ഇങ്ങനെ പറയാറുണ്ട്, എല്ലാ വഴികളും ബ്രഹ്മത്തിലേക്കാണ് പോകുന്നത്, അതിനാൽ ഒന്നിനെയും എതിർക്കേണ്ട ആവശ്യമില്ല, എല്ലാ വഴികളും അങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുന്ന ആൾക്കാരെ പോലെയാണ് ഇവർ. അഗ്നിവേശന. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ ദിട്ടി അല്ലെങ്കിൽ അവരുടെ വാദം ഇപ്രകാരമാണ്: എനിക്ക് ഒന്നും തന്നെ സ്വീകാര്യമല്ല. അതായത് ഞാൻ ഒരു വാദത്തെയോ ഫിലോസഫിയോ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അഗ്നിവേശന. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ വാദം ഇപ്രകാരമാണ്, അവരുടെ ദർശനം ഇപ്രകാരമാണ്: കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കും, കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കില്ല. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എല്ലാം സ്വീകാര്യമാണ് എന്ന് പറയുന്ന ശ്രമണ ബ്രാഹ്മണന്മാരുടെ ആ വാദം, ആ ദർശനം, അതിൽ രാഗമുണ്ട്, ബന്ധനമുണ്ട്, അഭിനന്ദനമുണ്ട്, ആസക്തിയുണ്ട്, ഗ്രഹണമുണ്ട്. അഗ്നിവേശന. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, ശ്രമണൻ എന്ന് പറയുന്ന സമയത്ത് ശ്രമം ചെയ്യുന്നവൻ അല്ലെങ്കിൽ സന്യാസി എന്നാണ് അർത്ഥം. അവരുടെ വാദം, അവരുടെ ദിട്ടി, ദർശനം ഇപ്രകാരമാണ്: എനിക്ക് ഒന്നും തന്നെ സ്വീകാര്യമല്ല. അതായത് നിങ്ങൾ എന്ത് വാദം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അത് സ്വീകാര്യമല്ല. അവരുടെ ഈ ദർശനം രാഗമില്ലാത്തതാണ്, ബന്ധനമില്ലാത്തതാണ്, അനുമോദനം ഇല്ലാത്തതാണ്, ആസക്തി ഇല്ലാത്തതാണ്, ഗ്രഹണമില്ലാത്തതാണ്. അതായത് ഒന്നും എനിക്ക് സ്വീകാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ആസക്തിയില്ല, അതിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പരിവ്രാജകനായിട്ടുള്ള ദീഖ നഖ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ഗൗതമഗുരു എൻ്റെ ദർശനത്തെ പ്രശംസിക്കുകയാണ്, ഗൗതമഗുരു എൻ്റെ ദർശനത്തെ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: അഗ്നിവേശന. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ വാദം, അവരുടെ ദർശനം ഇപ്രകാരത്തിലുള്ളതാണ്: കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതായത് താങ്കളുടെ വാദം എന്തായാലും ശരി, ആത്മാവുണ്ട് എന്ന് പറയുകയാണെങ്കിലും ശരി, അതിൽ കുറച്ച് വാദം ഞങ്ങൾ സ്വീകരിക്കും, കുറച്ച് വാദം ഞങ്ങൾ സ്വീകരിക്കില്ല. അവരുടെ ആ വാദത്തിൽ, ദർശനത്തിൽ എന്തൊന്ന് അവർക്ക് സ്വീകാര്യമാണോ അതിൽ രാഗമുണ്ട്, അതിൽ ബന്ധനമുണ്ട്, അതിൽ അഭിനന്ദനമുണ്ട്, അതിൽ ആസക്തിയുണ്ട്, അതിൽ ഗ്രഹണമുണ്ട്. അതായത് അത് എൻ്റെയാണ് എന്ന് അവർ ധരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല എന്ന വാദത്തിൽ രാഗമില്ല, ബന്ധനമില്ല, അഭിനന്ദനമില്ല, ആസക്തിയില്ല, ഗ്രഹണമില്ല. അഗ്നിവേശന. ചില ശ്രമണ ബ്രാഹ്മണന്മാരുടെ വാദം ഇങ്ങനെയാണ്: എല്ലാം എനിക്ക് സ്വീകാര്യമാണ്. സബ്ബമ്മേ ഖമതീതി. അതായത് നമ്മൾ എന്ത് വാദം പറഞ്ഞു കഴിഞ്ഞാലും അവർ പറയും, നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് സ്വീകാര്യമാണ്. ആത്മാവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർ പറയും, അതെനിക്ക് സ്വീകാര്യമാണ്. ആത്മാവില്ല എന്ന് പറയുകയാണെങ്കിലും അതും ശരിയാണ്. ആ സമയത്ത് ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ആലോചിക്കുന്നു: എനിക്ക് ആ ദർശനമുണ്ട് എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ആ വാദമുണ്ട് എന്ന് സങ്കല്പിക്കുക, എല്ലാം എനിക്ക് സ്വീകാര്യമാണ്. ഇനി ഞാൻ ആ ദർശനത്തോട് അടുത്ത ആസക്തി പുലർത്തുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നു: ഇത് മാത്രമാണ് സത്യം, ബാക്കി എല്ലാം തന്നെ അസത്യമാണ്, സത്യമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് തരത്തിലുള്ള വ്യക്തികളുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഒരു ശ്രമണ ബ്രാഹ്മണനുണ്ട്, ആ വ്യക്തിക്ക് ഒന്നും തന്നെ സ്വീകാര്യമല്ല. ആ വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങൾ സ്വീകാര്യമാണ്, കുറച്ച് കാര്യങ്ങൾ സ്വീകാര്യമല്ല. അപ്പോൾ ഈ തരത്തിൽ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് അവിടെ വിവാദമുണ്ടാകുന്നു. വിവാദമുണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനപ്രയാസമുണ്ടാകുന്നു. മനപ്രയാസം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം ഹാനി ഉണ്ടാകുന്നു. അതിനാൽ ആ ജ്ഞാനിയായിട്ടുള്ള വ്യക്തി സ്വയം ആലോചിക്കുന്നു, ഈ വാദം മൂലം അഭിപ്രായ വ്യത്യാസത്തിന്, വിവാദത്തിന്, മനപ്രയാസത്തിന്, ഹാനിക്ക് ഇടയുണ്ട്. അതിനാൽ ആ ദർശനത്തെ അവർ ഉപേക്ഷിക്കുന്നു. അതിനു പകരം മറ്റൊരു ദർശനത്തെ അവർ ഒരിക്കലും ഗ്രഹിക്കുന്നുമില്ല. അതായത് ഈ ദർശനത്തെ ഉപേക്ഷിച്ച് വേറൊരു ദർശനത്തെ അവർ പിടിക്കുന്നില്ല. ഇപ്രകാരമാണ് ഇത്തരം ദർശനങ്ങളെ ഉപേക്ഷിക്കുന്നത്, അതിനെ കളയുന്നത്. ഇനി വേറെ ചില ശ്രമണ ബ്രാഹ്മണരുടെ ദിഷ്ടിയിലേക്ക് വരാം, ദർശനത്തിലേക്ക് വരാം. അവരുടെ വാദം, ദർശനം ഇപ്രകാരത്തിൽ ഉള്ളതാണ്: ഒന്നും തന്നെ എനിക്ക് സ്വീകാര്യമല്ല.
അപ്പോൾ വിവേകമുള്ള ഒരു വ്യക്തി ഇങ്ങനെ വിചാരിക്കും, ഒന്നും തന്നെ സ്വീകാര്യമല്ല എന്നുള്ള ദിട്ടി എനിക്ക് ഉണ്ട് എന്ന് കരുതുക. ഞാൻ ആ ദർശനത്തോട് വളരെയധികം ആസക്തി പുലർത്തുകയാണ് എങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഇത് മാത്രമാണ് സത്യം, ബാക്കി എല്ലാ കാര്യങ്ങളും മിഥ്യയാണ്, സത്യമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് പ്രകാരത്തിലുള്ള വ്യക്തികളുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഒരു ശ്രമണ ബ്രാഹ്മണൻ, ആ വ്യക്തിയുടെ ദിട്ടി ഇപ്രകാരമാണ്, എനിക്ക് എല്ലാം തന്നെ സ്വീകാര്യമാണ്. മറ്റൊരു ശ്രമണ ബ്രാഹ്മണൻ, അവർക്ക് കുറച്ച് കാര്യങ്ങൾ സ്വീകാര്യമാണ്, കുറച്ച് കാര്യങ്ങൾ സ്വീകാര്യമല്ല. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് അവർ തമ്മിൽ വിവാദമുണ്ടാകും. വിവാദം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഇടയിൽ മനപ്രയാസമുണ്ടാകും. മനപ്രയാസമുണ്ടാകുന്ന സമയത്ത് അവർക്ക് ഹാനി ഉണ്ടാകുന്നു. അതിനാൽ അവർ ഇങ്ങനെ വിചാരിക്കുന്നു, ഇത് അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാണ്, വിവാദത്തിന് കാരണമാണ്, മനപ്രയാസത്തിന് കാരണമാണ്, ഹാനിക്ക് കാരണമാണ്. ഇതെല്ലാം ഈ വാദത്തിലുണ്ട്. അതിനാൽ അവർ ആ വാദം അല്ലെങ്കിൽ ദർശനം അവർ ഉപേക്ഷിക്കുന്നു. അതിനു പകരം മറ്റൊരു ദർശനത്തെ അവർ ഗ്രഹിക്കുന്നില്ല, പിടിക്കുന്നില്ല. ഇപ്രകാരമാണ് ഈ ദർശനങ്ങൾ ഉപേക്ഷിക്കുന്നത്, അതിനെ ഇല്ലാതാക്കുന്നത്. അഗ്നിവേശന, ചില ശ്രമണ ബ്രാഹ്മണന്മാർക്ക് ഇത്തരം വാദമുണ്ട്, ഇത്തരം ദർശനമുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമാണ്, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല. അറിവുള്ള ഒരു വ്യക്തി ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമാണ്, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല എന്ന ദർശനം എനിക്കുണ്ട് എന്ന് കരുതുക. ഞാൻ ഈ ദർശനത്തോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയും, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യയാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ രണ്ട് വ്യക്തികളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ ആകും. ഒരു ശ്രമണ ബ്രാഹ്മണൻ, അവർക്ക് എല്ലാ വാദവും സ്വീകാര്യമാണ്, എല്ലാറ്റിനെയും ഞാൻ സ്വീകരിക്കുന്നു. ഒരു ശ്രമണ ബ്രാഹ്മണനുണ്ട്, ആ ബ്രാഹ്മണൻ്റെ വാദം ഇപ്രകാരമാണ്, ഞാൻ ഒന്നിനെയും സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ ഇവർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് അവിടെ വിവാദമുണ്ടാകുന്നു. വിവാദമുണ്ടാകുന്ന സമയത്ത് മനപ്രയാസമുണ്ടാകുന്നു. മനപ്രയാസമുണ്ടാകുന്ന സമയത്ത് അവിടെ ഹാനി ഉണ്ടാകുന്നു. അതിനാൽ അവർ ഇങ്ങനെ കരുതുന്നു, ഈ വാദത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മതഭേദമുണ്ട്, വിവാദമുണ്ട്, മനപ്രയാസമുണ്ട്, ഹാനിയുണ്ട്. അതിനാൽ അവർ ആ ദർശനത്തെ ഉപേക്ഷിക്കുന്നു, മറ്റൊരു ദർശനത്തെ അവർ ഗ്രഹിക്കുന്നുമില്ല. ഇപ്രകാരമാണ് ഈ ദർശനങ്ങളെ ഉപേക്ഷിക്കുന്നത്, അതിനെ ഇല്ലാതാക്കുന്നത്. അഗ്നിവേശന, ഈ കായ അല്ലെങ്കിൽ ശരീരം, ഇതിനെ രൂപം എന്ന് വിളിക്കുന്നു. ഇത് 4 മഹാഭൂതങ്ങൾ ചേർന്ന് ഉണ്ടായതാണ്: പൃഥ്വി, ജലം, അഗ്നി, വായു. ഇത് അച്ഛനും അമ്മയിൽ നിന്നും ഉണ്ടായതാണ്. ഇത് ചോറിൽ നിന്നും അതേപോലെ തന്നെ കഞ്ഞിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഇത് അനിത്യമാണ്, ക്ഷയിക്കുന്നതാണ്, ഇല്ലാതാകുന്നതാണ്, വെവ്വേറെയാകുന്നതാണ്, നശിക്കുന്നതാണ്. അതിനാൽ അഗ്നിവേശ, ഈ ശരീരത്തെ അനിത്യമായിട്ട് കാണണം, ദുഃഖമായിട്ട് കാണണം, രോഗമായിട്ട് കാണണം, മുഴയായിട്ട് കാണണം, ഒരു അമ്പായിട്ട് കാണണം, പ്രയാസമായിട്ട് കരുതണം, ഒരു ബാധയായിട്ട് കരുതണം, നമ്മുടേത് അല്ല എന്ന് കരുതണം, ഇടിഞ്ഞു വീഴുകയാണ് എന്ന് കരുതണം, പൊള്ളയാണ് എന്ന് കരുതണം, തൻ്റേതല്ല എന്ന് കരുതണം. അതായത് ഇതെല്ലാം വെറുതെ സങ്കല്പിക്കുക എന്നല്ല അർത്ഥമുള്ളത്. നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ പഞ്ചഭൂതങ്ങളിൽ എത്തും. നമ്മുടെ ശരീരം, ഈ സ്ഥൂലമായിട്ടുള്ള ശരീരം വിഘടിപ്പിക്കപ്പെട്ട് അതിൻ്റെ സൂക്ഷ്മ സത്യമായിട്ടുള്ള പഞ്ചഭൂതം നമ്മളുടെ മുന്നിലെത്തും. അതും വെറും വൈബ്രേഷൻ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ സമയത്താണ് ഇതെല്ലാം അനിത്യമാണ്, ദുഃഖമാണ്, എൻ്റേതല്ല, എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടാകുന്നത്. അതിനെ സാധന ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ബോധം ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെറുതെ സങ്കല്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അഗ്നിവേശന, ഇപ്രകാരം ഈ ശരീരത്തെ അനിത്യമാണ്, ദുഃഖമാണ്, മുഴയാണ്, രോഗമാണ്, അമ്പാണ്, കഷ്ടമാണ്, പ്രയാസമാണ്, എൻ്റേതല്ല, ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതാണ്, ശൂന്യമാണ്, എൻ്റേത് എന്നത് ഇതിൽ ഒന്നുമല്ല എന്ന് അങ്ങനെ കരുതുന്ന സമയത്ത് ഈ ശരീരത്തിൽ താങ്കൾക്കുണ്ടാകുന്ന ആഗ്രഹം,
അതിനോട് താങ്കൾക്കുണ്ടാകുന്ന സ്നേഹം, ശരീരത്തിനോടുള്ള അടിമപ്പെടൽ, ഇവ മുഴുവൻ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. അതായത് സത്യത്തെ സത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ശരീരത്തിലുള്ള സ്നേഹം നമ്മൾക്ക് പോകും. കാരണം ഇതെൻ്റെ അല്ല എന്ന് മനസ്സിലാവും. അതിലുള്ള ആസക്തി നമ്മൾക്ക് പോകും. ശരീരത്തിന് നമ്മൾ അടിമപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് സത്യം നമ്മൾ ധ്യാനിച്ച് കണ്ടെത്തണം. ആലോചിച്ചിട്ട് കാര്യമില്ല, പുസ്തകം വായിച്ചിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. ധ്യാനിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അഗ്നിവേശന, ഈ 3 തരത്തിലുള്ള വേദനകളുണ്ട്. വേദനകൾ എന്ന് പറയുമ്പോൾ സംവേദനകൾ, അതായത് എന്തൊന്ന് നമ്മൾ അനുഭവിക്കുന്നോ അതിനെയാണ് വേദന എന്ന് പറയുക. അത് സുഖമായാലും ദുഃഖമായാലും ന്യൂട്രലായാലും അതിനെ പണ്ടത്തെ ഭാഷയിൽ വേദന എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ സംവേദന എന്ന് വേണമെങ്കിൽ വിളിക്കാം. സുഖവേദന, ദുഃഖവേദന, അദുഃഖമസുഖ വേദന, അതായത് ന്യൂട്രലായിട്ടുള്ള വേദന, സുഖവുമല്ല ദുഃഖവുമല്ല, അത്തരത്തിലുള്ള വേദനയാണ് അദുഃഖ അസുഖ വേദന എന്ന് പറയുന്നത്. അഗ്നിവേശന, ഏതൊരു സമയത്ത് താങ്കൾക്ക് സുഖമായിട്ടുള്ള വേദന ഉണ്ടാകുന്നുവോ ആ സമയത്ത് താങ്കൾക്ക് ഒരു ദുഃഖവേദന ഉണ്ടാകുന്നില്ല, അദുഃഖ അസുഖ വേദനയും ഉണ്ടാകുന്നില്ല. ആ സമയത്ത് താങ്കൾക്ക് ഒരു സുഖമായിട്ടുള്ള വേദന മാത്രമാണ് ഉണ്ടാകുന്നത്, അതായത് സുഖമായിട്ടുള്ള അനുഭവം മാത്രമാണ് ഉണ്ടാകുന്നത്. ചില സമയത്ത് താങ്കൾക്ക് ഒരു ദുഃഖകരമായിട്ടുള്ള വേദനയായിരിക്കും അനുഭവിക്കുക. ആ സമയത്ത് താങ്കൾക്ക് സുഖകരമായിട്ടുള്ള വേദന അനുഭവിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ന്യൂട്രലായിട്ടുള്ള വേദനയും അനുഭവിക്കാൻ സാധിക്കില്ല. ആ സമയത്ത് ദുഃഖകരമായിട്ടുള്ള വേദന മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ചില സമയത്ത് അദുഃഖ അസുഖ ആയിട്ടുള്ള വേദന, അതായത് ന്യൂട്രലായിട്ടുള്ള വേദനയായിരിക്കും താങ്കൾ അനുഭവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സുഖവേദന അനുഭവിക്കാൻ സാധിക്കില്ല, ദുഃഖമായിട്ടുള്ള വേദനയും അനുഭവിക്കാൻ സാധിക്കില്ല. അദുഃഖ അസുഖ വേദന മാത്രമാണ് താങ്കൾ ആ സമയത്ത് അനുഭവിക്കുന്നത്. അഗ്നിവേശന, വേദന സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അദുഃഖം അസുഖം ആയിട്ടുള്ള വേദനയാണെങ്കിലും അതെല്ലാം അനിത്യമാണ്, സംസ്കാരത്താൽ ഉണ്ടായതാണ്, കാരണങ്ങളെ ആശ്രയിച്ചിട്ട് ഉണ്ടായതാണ്. പഠിച്ച സമുത്പന്ന, ക്ഷയധർമ്മ, അത് ഇല്ലാതാകുന്നതാണ്. ഭയധർമ്മ, അത് അപ്രത്യക്ഷമാകുന്നതാണ്, നിൽക്കുന്നതാണ്. അതായത് ഈ 3 തരത്തിലുള്ള വേദനയും അനിത്യമാണ്, ഇല്ലാതാകുന്നതാണ്, അപ്രത്യക്ഷമാകുന്നതാണ്, നിരോധമാകുന്നതാണ്. അഗ്നിവേശന, ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു പ്രജ്ഞാവാനായിട്ടുള്ള ആര്യശ്രാവകൻ സുഖമായിട്ടുള്ള വേദനകളിൽ ആസക്തി വയ്ക്കുന്നില്ല, ദുഃഖകരമായിട്ടുള്ള സംവേദനകളിൽ ആസക്തി വയ്ക്കുന്നില്ല, അദുഃഖം അസുഖം ആയിട്ടുള്ള സംവേദനകളിൽ ആസക്തി വയ്ക്കുന്നില്ല. അനാസക്തരായിട്ടാണ് അവർ നോക്കുന്നത്. അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ് എന്ന് ഓർത്തുകൊണ്ടാണ് അവർ അതിനെ നോക്കുന്നത്. ഇപ്രകാരം ആസക്തി ഇല്ലാതാകുന്ന സമയത്ത് രാഗമില്ലാതാകുന്നു. രാഗമില്ലാതാകുന്ന സമയത്ത് വിമുക്തി ഉണ്ടാകുന്നു. വിമുക്തി ഉണ്ടാകുന്ന സമയത്ത് വിമുക്തി ഉണ്ടായി എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നു, ജന്മം ക്ഷയിച്ചു, ബ്രഹ്മചര്യം പൂർത്തിയായി, എന്തൊന്ന് ചെയ്യണമോ അത് ചെയ്തു, ഇനി ഒരു സ്ഥലത്തും ഞാൻ പുനർജനിക്കില്ല എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നു. അഗ്നിവേശന, ഏതൊരു ഭിക്ഷുവിൻ്റെ ചിത്തം ഈ തരത്തിൽ വിമുക്തമാകുന്നുവോ ആ വ്യക്തി ഒരാളുമായിട്ടും അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെടുകയില്ല, വിവാദത്തിൽ ഏർപ്പെടുകയില്ല. അവർ ലോകത്തിലെ ആ സമയത്തുള്ള ഭാഷ ഉപേക്ഷിച്ച് അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതിനോട് ആസക്തരാകുന്നില്ല. ആ സമയത്ത് ആയുഷ്മാൻ സാരിപുത്തൻ ഭഗവാന്റെ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ വിശറുകൊണ്ട് വീശുകയായിരുന്നു. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്രൻ ഇങ്ങനെ ചിന്തിച്ചു, ഭഗവാൻ ഇതിനെയെല്ലാം ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്, ഇതിനെയെല്ലാം ഇല്ലാതാക്കാൻ പറയുന്നുണ്ട്, സ്വയം ദർശിച്ച ശേഷമാണ് ഇതിനെ ഇല്ലാതാക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് എന്ന് തോന്നുന്നു. ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ആസവങ്ങളെ ഗ്രഹിക്കാതെ ആയുഷ്മാൻ സാരിപുത്രൻ്റെ ചിത്തം വിമുക്തമായി. അതേ സമയത്ത് തന്നെ ദീഘനകൻ എന്ന പരിവ്രാജകൻ്റെ ഉള്ളിൽ കളങ്കമില്ലാത്ത ദോഷമില്ലാത്ത ധർമ്മചക്ഷു ഉൽപ്പന്നമായി. യം കിഞ്ചി സമതേ ധമ്മം സബ്ബം തം നിരോധധമ്മന്തീതി. ഏതെന്ന് ഉദയമാകുന്നുവോ അത് ഇല്ലാതാകുക തന്നെ ചെയ്യും.
അപ്പോൾ ദീഖനകൻ ആ ധർമ്മത്തെ കണ്ടു, അതിനെ നേടി, അതിനെ മനസ്സിലാക്കി. ആ ധർമ്മത്തിൻ്റെ ആഴം അദ്ദേഹം ഗ്രഹിച്ചു. അദ്ദേഹത്തിന് സംശയമില്ലാതെയായി. മനസ്സിൻ്റെ ചാഞ്ചല്യം നിന്നു. ധർമ്മത്തിൽ ബോധ്യം വന്നു. മറ്റുള്ള ധർമ്മങ്ങളിലെ ഗുരുക്കളുടെ ആവശ്യമില്ലാതായി. അപ്പോൾ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: അഭിക്കന്തം ഭോ ഗൗതമ, അഭിക്കന്തം ഭോ ഗൗതമ. വളരെ നന്നായി ഗൗതമ ശാസ്താവേ, വളരെ നന്നായി. കമഴ്ത്തി വെച്ചതിനെ നിവർത്തി വെച്ചതുപോലെ, ഒളിപ്പിച്ചു വെച്ചതിനെ പ്രകടമാക്കുന്നത് പോലെ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ, ഇരുട്ടിൽ ദീപം തെളിയിക്കുന്നത് പോലെ, കാഴ്ചയുള്ളവർക്ക് അവിടെ എന്താണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് കാണാം. ഗൗതമ ശാസ്താവ് പല വിധത്തിൽ ധർമ്മത്തെ പ്രകാശിപ്പിച്ചു. ഞാൻ ഗൗതമ ഗുരുവിൽ ശരണം തേടുന്നു, ധർമ്മത്തിൽ ശരണം തേടുന്നു, സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഗൗതമ ശാസ്താവ് എന്നെ ഒരു ഉപാസകനായിട്ട് കരുതണം. അതായത് ഈ സൂത്രം കഴിഞ്ഞ ഉടനെ തന്നെ ദീഖനകൻ എന്ന പരിവ്രാജകൻ ശ്രോതാപന്നനായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സംശയങ്ങൾ മുഴുവൻ പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ വിചിത്രമായിട്ടുള്ള തത്വശാസ്ത്രമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം അയച്ചു കൊടുക്കുക. തത്വശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫികളിൽ കൂടുതൽ താല്പര്യമുണ്ട് എങ്കിൽ ബ്രഹ്മജാല സൂത്രം എന്ന ഒരു സൂത്രമുണ്ട്, അത് പഠിക്കുക. ദീഖനികായിലാണ് ആ സൂത്രമുള്ളത്. പ്രത്യേകിച്ച് യുക്തിവാദികൾ എന്ന് വിളിക്കുന്ന ബഹുമുഖ പ്രതിഭകൾ തീർച്ചയായിട്ടും ആ ബ്രഹ്മജാല സൂത്രം ഒന്ന് വായിച്ച് മനസ്സിലാക്കണം എന്ന ഒരു അപേക്ഷ കൂടി ഉണ്ട്. അത് മനസ്സിലാക്കി താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം നമുക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.